ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുസ്തകപ്പുഴം ജീൻ വാൽജിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. വിലപിടിപ്പുള്ള വെള്ളിക്കരണ്ടിയും പാത്രങ്ങളും മോഷ്ടിച്ച ജീൻ വാൽജിനെ പോലീസ് പിടികൂടി. പിറ്റേ ദിവസം രാവിലെ മെത്രാനച്ഛൻ്റെ മുന്നിലെത്തിച്ചു. എന്നാൽ അവിടെ വെച്ച് ജീൻ വാൽജിൻ്റെ നെഞ്ചു തകർക്കുന്ന ഒരു അത്ഭുതം നടന്നു. മെത്രാൻ പോലീസിനോട് പറഞ്ഞു, അയ്യോ, ഇതവൻ മോഷ്ടിച്ചതല്ല, ഞാൻ സമ്മാനമായി കൊടുത്തതാണ്. കൂട്ടത്തിൽ ഈ 2 വെള്ളിമെഴുകുതിരി സ്റ്റാൻഡുകൾ കൂടി എടുക്കുവാൻ നീ മറന്നുപോയല്ലോ ജീൻ വാൽജിൻ. പോലീസുകാർ പോയതിനു ശേഷം ബിഷപ്പ് അവൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു, ജീൻ വാൽജിൻ, നിന്റെ ആത്മാവിനെ ഞാൻ ദൈവത്തിനായി വാങ്ങിയിരിക്കുന്നു. ഇനി നീ നല്ലവനായി ജീവിക്കണം. ആ വലിയ സ്നേഹത്തിന് മുന്നിൽ ജീൻ വാൽജിൻ പൊട്ടിക്കരഞ്ഞു. അവൻ ആ മഞ്ഞ പാസ്പോർട്ട് കീറിയെറിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ ഉറപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ജീൻ വാൽജിൻ തൻ്റെ പേര് മാദ്ലിൻ എന്ന് മാറ്റി. കഠിനാധ്വാനം കൊണ്ട് വലിയൊരു ഫാക്ടറി ഉടമയായി. പിന്നീട് ആ നാട്ടിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട മേയറുമായി മാറി. പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഒരു ദൈവത്തെ പോലെയായിരുന്നു ജനങ്ങൾക്ക് അയാൾ. പക്ഷേ അയാളെ തേടി പഴയൊരു നിഴലെത്തി, ഇൻസ്പെക്ടർ ജാവർ. ഒരു തവണ തെറ്റ് ചെയ്തവർ എപ്പോഴും കുറ്റവാളിയാണെന്ന് വിശ്വസിക്കുന്നവൻ. ആ ക്രൂരനായ പോലീസ് ഓഫീസർ ഒരു വേട്ടനായയെപ്പോലെ ജീൻ വാൽജിൻ്റെ പിന്നാലെ കൂടി. ആ സമയത്താണ് ഫാക്ടറിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രോഗബാധിതയായി മരണത്തോട് മല്ലിടുന്ന ഫാൻറ്റീൻ എന്ന സ്ത്രീയെ ജീൻ വാൽജിൻ കാണുന്നത്. അവളുടെ കൊച്ചുമകൾ കോസറ്റിനെ മറ്റൊരിടത്ത് ക്രൂരന്മാരായ ഹോട്ടൽ ഉടമകൾ പീഡിപ്പിക്കുകയായിരുന്നു. ഇതൊന്നും അറിയാത്ത പാവം മകളെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാൻ തൻ്റെ സ്വർണ്ണത്തലമുടി മുറിച്ചും തൻ്റെ മനോഹരമായ മുൻവരി പല്ലുകൾ പറിച്ചു കൊടുത്തും തൻ്റെ ശരീരം പോലും വിറ്റ് മകളുടെ ചിലവിന് വേണ്ടി പൈസ അയച്ചു കൊടുക്കുന്ന ഒരു നിസ്സഹായായ അമ്മ. മരണക്കിടക്കയിൽ വെച്ച് ജീൻ വാൽജിൻ ആ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തു, നിന്റെ മകളെ ഞാൻ എൻ്റെ സ്വന്തം ജീവനായി നോക്കിക്കൊള്ളാം. സത്യം പുറത്തറിഞ്ഞാൽ തൻ്റെ പദവികൾ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും മറ്റൊരാൾ തനിക്ക് പകരം ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ജീൻ വാൽജിൻ കോടതിയിൽ ചെന്ന് താൻ തന്നെയാണ് പഴയ തടവുകാരനായ ജീൻ വാൽജിൻ എന്ന് വെളിപ്പെടുത്തി. തുടർന്ന് അവിടുന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട് അവൻ ആ കുഞ്ഞിനെ കോസറ്റിനെ തേടിയിറങ്ങി. ജീൻ വാൽജിൻ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കുമോ?